അച്ചാമ്മേ എങ്ങനെയുണ്ട് അച്ചാമ്മേ? ഹലോ ഡിയേഴ്സ്, നമുക്കിന്നൊരു 4 മണി പലഹാരം ട്രൈ ചെയ്താലോ? നമ്മൾ ഏത്തയ്ക്ക വെച്ചിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. അപ്പം ഏത്തയ്ക്ക വെച്ചൊരു കുഴക്കട്ട ട്രൈ ചെയ്യാമെന്ന് കരുതി. അപ്പം ഏത്തയ്ക്ക നല്ല രീതിയിൽ പഴുത്ത ഏത്തയ്ക്കയാണ്. അപ്പം നമുക്കത് ആവി കയറ്റിയതിന് ശേഷം അതിനകത്ത് ഈ കുഞ്ഞ് അരി പോലത്തെ ഭാഗം വരുമല്ലോ, അതെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഉടച്ചെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് മാവെടുക്കാം. അരിപ്പൊടിയാണ് ഞാൻ എടുത്തത്. അരിപ്പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് അരിപ്പൊടി എടുത്ത് പിന്നെ കുറച്ച് ഉപ്പ്, അതിന് ശേഷം ഉപ്പ് നല്ല രീതിയിൽ ഒന്ന് വിരവിയതിന് ശേഷം നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒന്ന് ഒഴിച്ച് ഇത് നനച്ചെടുക്കാം. പുഴുക്കലരിപ്പൊടി ആയിട്ടോ നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നല്ല രീതിയിൽ വെള്ളം ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഏത്തയ്ക്ക നമ്മൾ ഉടച്ച് വെച്ചത് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് ഇതെടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ ഫോർക്ക് വെച്ച് ഒന്ന് ചെയ്ത് നോക്കിയെങ്കിലും പിന്നെ ഞാൻ ഫോർക്ക് ഉപയോഗിച്ചിട്ട് നല്ലപോലെ കൈ വെച്ചാണ് മിക്സ് ചെയ്ത് ചേർത്തത്. നല്ല രീതിയിൽ കൈ വെച്ച് ചെയ്യുമ്പോൾ മാത്രമേ ഈ പഴം ഈ അരിപ്പൊടിയിൽ മൊത്തത്തിൽ എത്തുകയുള്ളൂ. ഞാൻ ആദ്യം കുറച്ച് ചേർത്തിട്ട് പിന്നെ ബാക്കി 2 തവണയായിട്ടാണ് ചേർത്തത്. 2 തവണയായിട്ട് ചേർക്കുമ്പോൾ നമുക്ക് എല്ലായിടത്തും പരമാവധി എത്തുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ മാവ് നല്ല രീതിയിൽ കുഴച്ചെടുക്കുന്നതിന് ശേഷം കുറച്ച് സമയം വേണം നമുക്കിത് നല്ല രീതിയിൽ ഞെവിടി ആ ഒരു കുഴക്കട്ടയുടെ ആ പരുവത്തിലേക്ക് എത്തിക്കാൻ. നമ്മൾ ഈ ഏത്തയ്ക്ക ആയതുകൊണ്ട് എനിക്ക് കൈവച്ച് കുറേ കഴിഞ്ഞപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ നല്ല രീതിയിൽ ഏത്തയ്ക്ക വെച്ച് കൈ വെച്ച് നല്ല രീതിയിൽ ഏത്തയ്ക്ക ഞെവിടി എടുക്കുകയാണ് ചെയ്തത്. ഏത്തയ്ക്ക നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് നെയ്യ്, പിന്നെ തേങ്ങ തിരിങ്ങാൻ മടിയായതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ ചതച്ചെടുക്കുകയത്. പിന്നെ ഞങ്ങൾ ശർക്കരയിലും തേങ്ങയിലും ഫില്ലിങ്സ് ഉണ്ടാക്കി. തേങ്ങയിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം അത് ഏലക്കപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് ഒരു ഫില്ലിങ് ഉണ്ടാക്കിയത്. ശർക്കര ഇതുപോലെ തന്നെ ശർക്കരയും തേങ്ങയും ഇച്ചിരി ഏലക്കപ്പൊടി കൂടി ആഡ് ചെയ്ത് അതിനുശേഷം നല്ല രീതിയിൽ ഇച്ചിരി നെയ്യും എണ്ണയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മയം കിട്ടാൻ. ആ മയം കിട്ടാൻ വേണ്ടി നല്ല രീതിയിൽ ഒന്നും കൂടി നല്ല രീതിയിൽ എല്ലാം ഞെവിടി മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ബോളാക്കി അതിലേക്ക് ഞാൻ ഫില്ലിങ്സ് വെച്ചെടുക്കുകയത്. ഫില്ലിങ്സ് വെക്കുന്ന നല്ല രീതിയിൽ ഒരു ബോളാക്കിയിട്ട് അതിനകത്ത് ചെറിയ രീതിയിൽ നമുക്ക് ഈ വിരൽ വെച്ച് പ്രസ് ചെയ്ത് കുഴി ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഇതിനകത്തൊരു അത്യാവശ്യം നല്ലൊരു കുഴി കിട്ടും. കുഴക്കട്ട നല്ല രീതിയിൽ നമുക്ക് ഫില്ലിങ്സ് വെച്ച് ഒരു റൗണ്ട് ഷേപ്പിൽ എത്തിക്കാൻ പറ്റും. ആദ്യം ഞാൻ കുറച്ച് തേങ്ങയും പഞ്ചസാരയും വെച്ച് അത് നല്ല രീതിയിൽ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കൂട്ടിച്ചേർത്ത് കൊണ്ടുവരുന്ന സമയത്ത് കുറച്ച് എക്സസ് ആയിട്ട് വരും, അത് നമുക്ക് നീക്കാം. എന്നിട്ട് നല്ല രീതിയിൽ റൗണ്ട് ചെയ്ത് നമ്മൾ എല്ലാം ഒരുപോലെ തന്നെ ചെയ്തെടുക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ശർക്കരയും ഇതുപോലെ തന്നെ കുറച്ച് ശർക്കരയും തേങ്ങയും വെച്ചതിന് ശേഷം ഇതുപോലെ അടച്ചിട്ട് അധികം വരുന്ന മാവ് ഞാൻ കുറച്ചങ്ങ് മാറ്റും. അതാകുമ്പം പിന്നെ ചില ഭാഗത്ത് മാവ് കൂടുതലായിട്ട് തോന്നത്തില്ല. പിന്നെ ഇതെല്ലാം ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലി കുക്കർ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഓരോന്നായിട്ട് പറക്കി വെക്കാം. അത് കുറച്ച് സമയം എടുക്കുന്ന ഒരു സ്നാക്ക് വിഭവമാണിത്. നല്ല സമയം നമുക്ക് ഇതിന് വേണ്ടി ആവശ്യമാണ് ചെയ്യാനേ. എന്നിട്ട് നമുക്കിതെല്ലാം പറക്കി അടുക്കി വെച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒരു 10-20 മിനിറ്റ് കൂടുതൽ ആവി കൊള്ളണം. അതിന് ശേഷം നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ശരി, ബൈ.